കാനഡയിൽ നടപ്പിലാക്കിയ ചില നിയന്ത്രണങ്ങൾ ഒടുവിൽ തിരിച്ചടിയായി എന്ന് മനസ്സിലാക്കിയതോടെ തൊഴിൽ മേഖലയിൽ വന്ന വിടവ് ഇല്ലാതാക്കാൻ കാനഡ നിരവധി പ്രോഗ്രാമുകൾ രൂപീകരിക്കുകയും ഒപ്പം തന്നെ ചില ഇളവുകൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ 64,000-ലധികം ഇമിഗ്രേഷൻ ബ്ലാക്ക് ലോഗുകൾ കാനഡ കുറച്ചതായ വാർത്തകളാണ് പുറത്തുവരുന്നത്. കാനഡ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് അതായത് IRCC റിപ്പോർട്ട് ചെയ്തത് പ്രകാരം 2024 നവംബറിനും ഡിസംബറിനും ഇടയിൽ 64,000-ലധികം അപേക്ഷകൾ ഇമിഗ്രേഷൻ അപേക്ഷ ബാക്ക്ലോഗ് കുറച്ചു എന്നാണ് വ്യക്തമാവുന്നത്. 2025 ജനുവരി 27-ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രോസസ് ചെയ്ത മൊത്തം അപേക്ഷകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി വ്യക്തമാക്കുന്നു. എന്നാൽ ഇത് കാനഡയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ വെല്ലുവിളികളെ ബാധിക്കും എന്ന കാര്യത്തിൽ ചില അടയാള സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. കൂടാതെ IRCCയുടെ ഡാറ്റയിൽ 2024 നവംബറിലെ 22,67,700 ഇമിഗ്രേഷൻ അപേക്ഷകളുടെ എണ്ണം 2024 ഡിസംബർ 31-ഓടെ 21,19,900 കുറയ്ക്കാൻ IRCCക്ക് കഴിഞ്ഞതായി വ്യക്തമാക്കുന്നു. എന്നാൽ ഈ കുറവ് കാനഡയ്ക്ക് നിരന്തരമായ വെല്ലുവിളികൾ നൽകുന്നതായും ഇമിഗ്രേഷൻ ബാക്ക്ലോഗ് കുറയ്ക്കുന്നതിനുള്ള ഒരു കൂട്ടായ ശ്രമത്തെ ഇത് പ്രതിനിധീകരിക്കുന്നതായ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ്. അതേസമയം 2024 അവസാനത്തോടെ കാനഡയിൽ 8,36,900 സ്ഥിര താമസ അപേക്ഷകൾ പ്രോസസ് ചെയ്തിരുന്നു. ഇത് 2025-ലും 26-ലും 7,75,000 സ്ഥിര താമസക്കാരെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിൽ ആപ്ലിക്കേഷൻ ബാക്ക്ലോഗ് ഡാറ്റയുടെ വിശദമായ തകർച്ച എങ്ങനെയാണോ ഉണ്ടായതെന്ന് പരിശോധിക്കാം. ഏറ്റവും പുതിയ ഡാറ്റയുടെ വിവിധ ആപ്ലിക്കേഷൻ വിഭാഗങ്ങളിലുടനീളം നിരവധി പ്രധാന ട്രെൻഡുകൾ കാണിക്കുന്നു. ആദ്യം പൗരത്വ അപേക്ഷ. പൗരത്വ ബാക്ക്ലോഗിൽ 38.84% വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ 2024 നവംബറിലെ 39,100-ൽ നിന്ന് 2024 ഡിസംബറിൽ 40,600 ഉയരുകയും ഇത് പുതിയ അപേക്ഷകളുടെ വർധനവിനെ പ്രതിഫലിക്കുന്നതായും വ്യക്തമാണ്. പെർമനന്റ് റെസിഡൻസി അപേക്ഷ. പെർമനന്റ് റെസിഡൻസി ബാക്ക്ലോഗ് 8.4%-ആയാണ് വർദ്ധിച്ചത്. കൂടാതെ 3,18,000-ൽ നിന്ന് 3,44,700 ഉയരുകയും ചെയ്തു. ഇവിടെ ബാക്ക്ലോഗിന്റെ മൊത്തത്തിലുള്ള ഇടിവുണ്ടായിരുന്നിട്ടും ഈ വിഭാഗത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. താൽക്കാലിക റെസിഡൻസി അപേക്ഷ. താൽക്കാലിക റെസിഡൻസി അപേക്ഷകളുടെ ബാക്ക്ലോഗിൽ 14.23 ഗണ്യമായി കുറവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഇത് 6,49,400-ൽ നിന്ന് 5,57,000 കുറഞ്ഞു. ഇതുവഴി തൊഴിൽ പഠന പെർമിറ്റുകൾക്കായുള്ള ഉയർന്ന ആവശ്യം പരിഹരിക്കാനുള്ള IRCCയുടെ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു. അതേസമയം മുകളിൽ പറഞ്ഞ കണക്കുകളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളിലുമുള്ള മൊത്തത്തിലുള്ള ബാക്ക്ലോഗ് 6.4% കുറഞ്ഞു. 10,06,500 അപേക്ഷകളിൽ നിന്ന് 9,42,300 കുറഞ്ഞത്. ഈ അപേക്ഷ പ്രോസസ്സിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് നോക്കാം. കൃത്യസമയത്ത് തന്നെ ഈ പ്രോസസ്സിങ്ങിനുള്ള പ്രധാന മാനദണ്ഡങ്ങളായ ആപ്ലിക്കേഷനുകളുടെ പ്രോസസ്സിങ്ങിലെ മെച്ചപ്പെടുത്തൽ ഉണ്ടായതായി IRCC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പൗരത്വം അപേക്ഷയിൽ സേവന മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രോസസ് ചെയ്ത പൗരത്വ അപേക്ഷകളുടെ എണ്ണത്തിൽ 1.19% ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. നവംബറിൽ 1,88,000 ആയിരുന്നത് 2024 ഡിസംബറോടെ 1,91,600 ഉയർന്നു. കൂടാതെ പെർമനന്റ് റെസിഡൻസി അപേക്ഷയിൽ സേവന മാനദണ്ഡങ്ങൾക്കുള്ളിൽ പ്രോസസ് ചെയ്ത സ്ഥിര താമസ അപേക്ഷകളുടെ എണ്ണം 5,10,600-ൽ നിന്ന് 4,92,200 ഉയർന്നു. അപ്പോൾ 3.6% കുറഞ്ഞത്. താൽക്കാലിക താമസം അപേക്ഷയിൽ അപേക്ഷകളുടെ എണ്ണത്തിൽ 12.22% ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് 5,62,600-ൽ നിന്ന് 4,93,800 കുറയുകയും ഇത് താൽക്കാലിക എൻട്രികൾ പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നയങ്ങളിൽ ചില മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. സേവന മാനദണ്ഡങ്ങൾക്കുള്ളിൽ പ്രോസസ് ചെയ്ത മൊത്തം അപേക്ഷകളുടെ എണ്ണം 6.63% കുറഞ്ഞു. ഇത് 12,61,200-ൽ നിന്ന് 11,77,600 2025 ബാക്ക്ലോഗ് കുറയ്ക്കുന്നതിനുള്ള പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
പൗരത്വം. ബാക്ക്ലോഗ് ഏകദേശം 17% തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോസസ്സിംഗ് സമയങ്ങളിൽ നേരിയ പുരോഗതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈയൊരു പ്രതീക്ഷ. എക്സ്പ്രസ് എൻട്രിയും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമും. സ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഈ വിഭാഗങ്ങൾ 20% ബാക്ക്ലോഗ് നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ചില മാറ്റങ്ങൾ വരുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ നൽകുന്നത്. പങ്കാളി സ്പോൺസർഷിപ്പ്. ബാക്ക്ലോഗ് 15% സ്ഥിരമായി തുടരുമെന്നാണ് പ്രതീക്ഷ. താൽക്കാലിക റെസിഡന്റ് വിസകൾ. നിലവിൽ 75% TRV ബാക്ക്ലോഗ് 2025 ഫെബ്രുവരിയോടെ 50% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ പഠനവും വർക്ക് പെർമിറ്റുകളും നോക്കുമ്പോൾ ഈ ആപ്ലിക്കേഷനുകളുടെ ബാക്ക്ലോഗുകൾ യഥാക്രമം 24%, 32% കുറയുമെന്നാണ് വ്യക്തമാക്കുന്നത്. ബാക്ക്ലോഗ് കൈകാര്യം ചെയ്യാനുള്ള IRCCയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്റ്റാഫ് ക്രമീകരണം, നയമാറ്റങ്ങൾ, സാങ്കേതിക വിനിയോഗം, സീസണൽ അഡ്ജസ്റ്റ്മെന്റുകൾ തുടങ്ങിയവയാണ് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത്.